എന്താ മോളെ പ്രശ്നം? ഇയാൾ എന്തെടുത്താലും കണ്ടോ കിഴങ്ങിൽ കാണോ എന്റെ എടോ കൊയ്യ കയറി പിടിക്കും. അതെ, താൻ എന്തിനാ പാവങ്ങളെ പറ്റി ജീവിക്കുന്നത്? ഏതായാലും പോലീസ് വരട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കാം. എനിക്ക് നാണമില്ലടോ, കുറെ സമ്പാദിച്ചില്ലേ, ഇനി നിർത്തിക്കൂടെ? ദൈവത്തെ ഓർന്നെ പിടിപ്പിക്കരുത്. എന്റെ മക്കളുള്ളത്തോളം കാലം ഞാൻ ഇത് ചെയ്യല. എന്നോട് ക്ഷമിക്കണം. പറ്റിയത് പറ്റി, ഇനി ഇത് ആവർത്തിക്കരുതാ. ഒരു കാര്യം ചെയ്യും, ഒരു കിലോ കിഴങ്ങെടുക്ക്. അയ്യോ, അങ്ങനെ ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇയാളെ പോലീസ് ലഭിക്കണം. എന്റെ പൊന്നുമോളെ, ക്ഷമ പറഞ്ഞോണ്ട് വീരസ്യം പാടില്ല. അതെ, സ്നേഹമാണ് അഗ്രസാരം കൂടി എന്നല്ലേ. ഈ കിഴങ്ങിന്റെ കിഴങ്ങൊന്നും വേണ്ട. ആന്റി കൊണ്ട് വന്ന് വേറെ കട പറഞ്ഞുതരാം ഞാൻ. എനിക്ക് മോളെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെമ്പിള്ളേരാൽ ഇങ്ങനെ വേണം, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. ആ ചെല്ല് കിഴങ്ങ് കിട്ടും. മോനെ കോരേ, ഇനി വന്നേടാ. എന്നാ മച്ചി? അതെ, ഒരു സൂത്രം തരാം, ഇങ്ങ് വാ. ഉണ്ണിയപ്പാ? അല്ലടാ കിഴങ്ങാ. കിഴങ്ങാ? അതല്ലടാ, ഇത് കിഴങ്ങാന്ന്. അത് കൊള്ളാലോ. മോനെ അവിടെ ഇരുന്നേ, ഇതൊന്ന് ചേരണ്ടിക്ക്. പണി അറിയാമോ? ഇതൊക്കെ ഞാനാണ് ചെയ്യണ്ടേ? ആണുങ്ങളായല്ലേ കുറച്ച് പാചകമൊക്കെ അറിഞ്ഞിരിക്കണം. വരുന്ന പെങ്കൊച്ചെ തോപ്പിക്കാൻ ശ്രമിച്ചാലും തോക്കാൻ പാടില്ല. അതിന് ഞാൻ തോക്കേലല്ലോ. എന്റെ കൂടെ റാഹേലും ഞാൻ എത്ര കാലം കാണൂടാ മോന്റെ കൂടെ? ജീവിതകാലം മൊത്തം. അപ്പൊ എനിക്ക് അങ്ങേറെ അടുത്ത് പോണ്ടേ? എന്റെ അപ്പൻ എവിടെയെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ. ഇവിടെ നാട്ടുകാർക്കോ സമാധാനമില്ല. നീ എന്താ കുത്തി പറയുന്നുണ്ടല്ലോ? ഞാൻ ഏത് നാട്ടുകാർക്കാണ് സമാധാനം കൊടുക്കാത്ത? എന്റെ റാഹേലമ്മ ഇവിടെയും ചട്ടമ്പി തരം തുടങ്ങിയെന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ടേ. ഓഹോ, അത് നിന്റെ ചെവിയിലെത്തിയോ? ദേ, സാധാരണ മക്കളാണ് വീട്ടുകാരെ പറയിപ്പിക്കുന്നത്. എന്റെ വീട്ടിൽ നേരെ തിരിച്ചാ. എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളത് കേട്ടല്ലോ. നീ ആരാടാ എന്റെ നിരക്കഴിച്ചോടാ? എന്നെ പരിപ്പിക്കോടാ, പരിപ്പിക്കോടാ. ഏതോ ഒരു കിഴങ്ങന്റെ. എന്നാലേ ആ കിഴങ്ങനുണ്ടല്ലോ, ഈ വീടിന്റെ ഉടയോൻ ചാക്കോച്ചന്റെ ബന്ധുവാ. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു. അതിനെന്താ, നമ്മള് വാടക കൊടുത്തിട്ടല്ലേ ഇവിടെ താമസിക്കുന്നത്? പിന്നെ കൊടുക്കാതെ. അല്ലാതെ മരിച്ചുപോയ എന്റെ അപ്പം മാത്തച്ചാന്റെ പറമ്പിലല്ല നമ്മുടെ ഈ കൂര വെച്ചേക്കുന്നത് കേട്ടല്ലോ. ഇങ്ങനെ നടക്കുക. എടാ, നീ ഇതികേട് കണ്ടാലേ ഈ റാഹേല് പ്രതികരിക്കും. അല്ലാത്തവർക്കേ ഒരു പേരുണ്ട്, അത് നിന്നോടായോണ്ട് ഞാൻ പറയുന്നില്ല. തൽക്കാലം കത്തി മാറ്റി വെച്ചേ. എന്റെ അമ്മേ, എഴുന്നിട്ട് നീ എവിടെ ഇരുന്ന് അവിടെ പോയി ഇരിക്കും കേട്ടോ. പിന്നെ വന്നു കയറുന്ന പെങ്കൊച്ചെ നിന്റെ തലേ കയറുന്ന ഇറങ്ങുമ്പോ നീ പഠിച്ചോളൂ. എല്ലാരുമേ ഈ റാഹേലിനെ പോലെ പാവമായിരിക്കല്ലോ. പഞ്ചപാവം തമാശക്കാരി. പാവം പാവം പാവേ.